എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 7 പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ജൂലൈ 7 ഏകദേശം രാത്രിയോടെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ഈ ഒരു +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷനായി ആണ് എടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ജില്ല എന്ന് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെയാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഈ ഒരു ജൂലൈ 7 പ്രസിദ്ധീകരിക്കും. 8, 9 തീയതികളിലായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.